എല്ലാ വർഷവും ഇതുപോലെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഞങ്ങൾ ക്യാമ്പിലാണ്. ഇവിടെ ഒരു വരാപ്പാലം എന്ന് പറഞ്ഞ ബണ്ടുണ്ട്. അത് അടയ്ക്കുന്ന മൂലമാണ് നമുക്ക് ഈ വെള്ളത്തിനുള്ള ശല്യം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇവിടെ ക്യാമ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുടിവെള്ളമില്ല. പിന്നെ അസുഖങ്ങൾ, കാല് ചൊറിഞ്ഞു പൊട്ടുക, പിന്നെ ഈ തലവേദന, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, എലിപ്പനി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നമ്മുടെ ഡെങ്കിപ്പനി വന്ന് കഴിഞ്ഞ ഇതുപോലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വന്ന് ഡെങ്കിപ്പനി വന്ന് ഒരാൾ മരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ദുരിതങ്ങളാണ് ഇവിടെ. എല്ലാ ദുരിതങ്ങളും കഴിയുമ്പോഴും വന്ന് എല്ലാ നിയമപാലകരും വന്ന് അടുത്ത തവണ നമുക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് സർവേ ഒക്കെ എടുത്തിട്ട് പോകും. പക്ഷേ ഒന്നും പ്രാവർത്തികമാവുന്നില്ല. ദുരിതം എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ദുരിതമായിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഒരു 2 ആഴ്ചയോളം ക്യാമ്പിലായിരിക്കും. അതൊരു ദുരിതമാണ്. ഞങ്ങളിതുപോലെ പത്തനംതിട്ട ജില്ലയിൽ തിരുമൂലൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു മഴ വന്നാൽ പോലും ഞങ്ങളുടെ ഈ പ്രദേശമാണെങ്കിൽ പോലും നല്ല രീതിക്ക് വെള്ളം കയറുന്നുണ്ട്. ഇപ്പം തന്നെ ഓരോ വീട്ടിൽ നിന്ന് നോക്കിയാലും മതി, അരയ്ക്ക് മേപ്പോട്ടാണ് വെള്ളം കയറി നിൽക്കുന്നത്. അതിനിപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വരാപ്പാലം എന്ന് പറഞ്ഞൊരു ബണ്ടുണ്ട്. ആറ്റിൽ നിന്ന് വെള്ളം കയറുമ്പോഴത്തേനും അങ്ങ് അടയ്ക്കും. ക്ലോസ് ആകുമ്പോഴത്തേനും ഇവിടോട്ട് വെള്ളം കയറി തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ദുരിതമാണ്. ഇപ്പോൾ ഓരോ വീട്ടിലും ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നില പോലും കാണില്ല, അടിയിലോട്ടാണെങ്കിലും ഒന്നും കാണില്ല. ഇപ്പോൾ അവരൊക്കെ വരുന്നതിനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കൊച്ചു പിള്ളേർ തൊട്ട് 1 വയസ്സുള്ള പിള്ളേർ വരെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ മാക്രി കുടിച്ചാൽ അവിടെ വെള്ളം കയറും. അതുപോലെ ഷട്ടിട്ടിരിക്കുക, വരാപ്പാട്ടിന് ഷട്ടിട്ടായി വെള്ളമെല്ലാം കയറി ഇവിടെ കൊള്ളുന്നു. എല്ലാ വീടുകളും മുങ്ങും. എല്ലാ കൊല്ലവും 10-12 പ്രാവശ്യം വെള്ളം കയറും ഇവിടെ. ഇവിടെ മാത്രമേ ഇങ്ങനെ കയറത്തുള്ളൂ. ഈ മംഗലശ്ശേരി കോളനി ഇവിടെ എത്ര വീടുകളുണ്ട്? ഇവിടെ 10, 30, 25 വീടുകളുണ്ട്. 28 വീടുണ്ട്. വെള്ളം കയറി. ബാക്കിയുള്ളവരെല്ലാം ക്യാമ്പിൽ പോയിരിക്കുക. എന്താ സ്കൂളില്